ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് എന്ത്? അദമു വഫലതിഹിം അൻ ദിക്രില്ലാഹി തആല വഅനി സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി മജ്ലിസിൻ യജ്ലസുഹു. അവര് ഇരിക്കുന്ന ഏതെല്ലാം സദസ്സുകളുണ്ടോ ആ സദസ്സുകളിൽ വെച്ച് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചെല്ലുക, അല്ലാഹുവിനെ ദിക്ർ, അല്ലാഹുവിനെ ഓർക്കുക. ഈ രണ്ട് കാര്യങ്ങളെ തൊട്ടും അവർക്ക് അശ്രദ്ധയില്ല. പോലെ എവിടെ ഇരുന്നാലും അല്ലാഹുക്ക് ദിക്റില്ല, എവിടെ ഇരുന്നാൽ റസൂലുള്ളാഹിന്റെ സ്വലാത്തും ചൊല്ലും. അതുപോലെ മര്യാദയിൽ പെട്ടതാണ്. ഓരെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അമലം ബിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുദൂതരുടെ വാക്കുകൊണ്ട് പ്രവർത്തിച്ചതിന് വേണ്ടി. എന്താ തിരുദൂതരുടെ വാക്ക്? ലാ യജ്ലിസു ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി വലം യുസല്ലു അലാ നബിയിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ കാന അലൈഹിം തിറത്തുൻ എന്നാണ് ഹദീസ് ഉള്ളത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു സദസ്സിൽ ഒരു വിഭാഗം ഇരിക്കുന്നില്ല, ആ സദസ്സിൽ വെച്ചിട്ട് അവർ അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലുന്നില്ല, അള്ളാഹിനെ സ്മരിക്കുന്നില്ല. അവരുടെ നേതാവായ അവരുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തും അവർ ചെല്ലുന്നില്ല. അങ്ങനെ സ്വലാത്തും ദിക്റും ഒന്നുമില്ലാതൊരു സദസ്സിൽ ഒരു വിഭാഗം ഇരിക്കൂല. അവരുടെ മേല് തിറത്തുണ്ടായിട്ടല്ലാതെ. തിറത്ത് എന്ന് പറഞ്ഞാൽ ഈ തബഅത്തും വനുഖ്സാൻ, തബഅത്തും വനുഖ്സാൻ യൗമുൽ ഖിയാമ. അന്ത്യനാൾ ചെല്ലുമ്പോ ഓൽക്കൊരു നുഖ്സാൻ, ഒരു കുറവ് അവിടെ ഉണ്ടാവും. കാരണം ഒരു നബിക്ക് സ്വലാത്തും ചൊല്ലിയിട്ടില്ല, അള്ളാഹ്ക്ക് ദിക്റും ചൊല്ലി, ആ ഒരു കുറവും ആ ഒരു ന്യൂനതയും അവിടെ ഉണ്ടാവും. അപ്പോ ദിക്റും സ്വലാത്തും ചെല്ലാതെ സദസ്സ് പോയാൽ ബുദ്ധിമുട്ടാണ് അർത്ഥം. അപ്പൊ നമ്മളൊക്കെ വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ചാൽ പോകല്ലേ. എന്നാലും ആ സദസ്സിനെ കുറിച്ച് ചോദ്യം ഉണ്ടാവും. ആ സദസ്സ് അള്ളാഹുവിന്റെ റിക്കാർഡിലാണ്. ആ റിക്കാർഡിൽ റസൂലുള്ളാഹിന്റെ പേരിലെ സലാത്തും കാണുന്നില്ല, ആ സദസ്സില് അള്ളാഹിന്റെ പേരുടെ ദിക്റും കാണുന്നില്ലെങ്കിൽ ആ ഒരു ന്യൂനതയും പോരായ്മ അവിടെ ഉണ്ടാവും. അത് മാത്രമല്ല, അയ്ദൻ വീണ്ടും പറയട്ടെ, അമലം ബിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്നത്തി ഇല്ലാ അലാ സഅത്തിൻ മറത്ത് ബിഹിം ലം യദ്കുറുല്ലാഹ ഫീഹാ. ഈ ഒരു ഹദീസ് കൊണ്ടും അമൽ ചെയ്തതിന് വേണ്ടി രണ്ട് ഹദീസാണുള്ളത്. ഈ രണ്ട് ഹദീസിന്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു സദസ്സിനും ഈ ദിക്ർ അല്ലാതെ ഇരിക്കാൻ പറ്റൂല, ഒരു സദസ്സിനും അള്ളാഹു റസൂലുള്ളാഹിന്റെ സലാത്ത് അല്ലാതെയും പറ്റൂല. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് അവർ ഈ അമലൊക്കെ ചെയ്യുന്നത്. ഈ പറഞ്ഞ ഹദീസിന്റെ സാരം ഇങ്ങനെ ഗ്രഹിക്കാം: സ്വർഗാവകാശികൾ ദുഃഖിക്കുന്നേയില്ല, വിഷമിക്കുന്നില്ല ഒരു സമയത്തിന്റെ മേലല്ലാതെ. എങ്ങനെ സമയം? ആ സമയം അവരിലൂടെ അങ്ങനെ കഴിഞ്ഞു പോയി. ആ സമയത്ത് അള്ളാഹു തആല അവർ ഓർത്തിട്ടില്ല. അപ്പൊ ഏതൊരു സമയത്തും ഓർത്തിട്ടില്ല എങ്കിൽ ആ ഓർക്കാത്തൊരു മണിക്കൂറും സമയം നാളെ മഹ്ശറിൽ കാണും. സ്വർഗത്തിലാണ് ഇവർ കടന്നിട്ടുണ്ട് എങ്കിലും ആ സ്വർഗാവകാശം ദുഃഖം വരാൻ പാടില്ല. പക്ഷേ ഇവർക്ക് ദുഃഖമുണ്ട്. പടച്ചവനെ, ദുനിയാവിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഞങ്ങൾ ദിക്ർ ചെല്ലാതെ പോയല്ലോ എന്നൊരു ഖേദം അവിടെ വരുന്ന, അത് അല്ലാഹു തആലയോട് അറിയിക്കും. അതൊരു സങ്കടമാണ്. അപ്പൊ ആ സങ്കടം ഇല്ലാതിരിക്കണോ? ദിക്റും സലാത്തും ചെല്ലണം. സദസ്സ് എണീറ്റ് പോകുമ്പോ ആ സദസ്സ് ഗുണമാവണോ? ന്യൂനത ഇല്ലാതിരിക്കണോ? നുക്സാൻ വരാതിരിക്കണോ? നാമ ദിക്റും സലാത്തും ചെല്ലണം. അപ്പൊ ചുരുക്കത്തിൽ മഹാന്മാരൊക്കെ ഏത് സദസ്സിലിരുന്നാലും ദിക്റും സലാത്തും ചൊല്ലിയിട്ടാ പോവുക. അപ്പൊ നമുക്കൊരു മാതൃകയാണ്. നമ്മളും അങ്ങനെ തന്നെ സദസ്സിൽ എണീക്കുമ്പോ ദിക്റും സലാത്തൊക്കെ ചെല്ലണം, ചെല്ലാതെ പോവരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഹസനുൽ ബസരി റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവര് പറയുമായിരുന്നു, അത് ഖഫഫല്ലാഹു തആല അലൈനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലിൽ വളരെ ലഘുവാക്കി തന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിഖൗലിഹി അസ്സ വജല്ല ഫദ്കുറൂനി അദ്കുറുക്കും എന്നല്ലേ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. ആ വാക്കുകൊണ്ട് അല്ലാഹ് നമ്മുടെ മേലിൽ വളരെ ലഘുവാക്കി. നിങ്ങൾ എന്നെ സ്മരിക്കൂ, ഞാൻ നിങ്ങളെ സ്മരിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ സ്മരണം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹിനെ ഓർക്കണം. അങ്ങനെയാണല്ലോ. നമ്മൾ ഒരാളെ ഓർക്കുന്നില്ല, പിന്നെ നമ്മൾ ഓർക്കാൻ ആരുണ്ടാവുക? ആരുണ്ടാവില്ല. അപ്പൊ മഹാന്മാരൊക്കെ നമ്മൾ ഓർക്കുന്നു, ഉമ്മ വാപ്പമാരെ നമ്മൾ ഓർക്കുന്നു. അപ്പൊ ഒരു നമ്മളെ ഓർക്കും.
അപ്പൊ അള്ളാഹ് രാജാതിരാജനാണ്. അള്ളാഹുത്തല ഓർക്കാതെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ അള്ളാഹിന്റെ ഓർമ്മ കിട്ടണോ? നമ്മളെ കുറിച്ചുള്ള സ്മരണ അള്ളാഹിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം എന്നർത്ഥം. കുറെ യഹുസ്സ മക്കാറും ദൂര മക്കാർ, ഇന്ന സ്ഥലത്തേ പറ്റൂ ഇന്ന സ്ഥലത്ത് പറ്റൂല എന്നൊന്നും പറഞ്ഞിട്ടില്ല എവിടെയും. അതിപ്പോ അങ്ങനെ തന്നെയല്ലത്. എല്ലാ മേഖലയിലും നമുക്ക് അള്ളാഹ് ചെല്ലുന്ന ദിക്റുണ്ടല്ലോ. ഓരോ അന്നഹു തആല അയ്യന മക്കാൻ നദ്കുറു ഫീഹി ലകാന വാജിബു അലൈന സഅയ ലകാന വാജിബു അലൈന സഅയ ലഹൂന. എന്താ പറഞ്ഞത്? അള്ളാഹു എങ്ങാനും ഇന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ നമ്മളെ ഓർക്കണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതേ സ്ഥലത്ത് വെച്ച് അതിനുവേണ്ടി അധ്വാനിക്കാൻ നമ്മളെ നിർബന്ധമാകുമായിരുന്നേനെ. ഇത് അള്ളാഹു തആല വ്യക്തമാക്കിയില്ല. നമുക്ക് എവിടെയും നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും എല്ലാം ചെല്ലാറോ. വാഹനം പോകുമ്പോ ഇരിക്കണോടത്ത് എവിടെയും നമുക്ക് ദിക്റിയെല്ലാം അള്ളാഹു തആല സമയം നിശ്ചിതമാക്കാതെ സ്ഥലം നിശ്ചിതമാക്കാൻ തന്നിട്ടുണ്ട്. വലൗകാന മസീറത മിഅത്തി സന, അത് ഒരു 100 കൊല്ലം നടന്നു പോകേണ്ട ദൂരമാണെങ്കിൽ പോലും അത് നേടിയെടുക്കാൻ നമ്മൾ പോകുമായിരുന്നേനെ. അള്ളാഹു തആല ആ സ്ഥലം നിർണയിക്കാത്തത് കൊണ്ട്, നിർണയിച്ചാൽ നമ്മൾ പോകുന്ന നിർബന്ധമാണ്, നിർണയിച്ചിട്ടില്ല. അത് നമുക്ക് അള്ളാഹു തആല നൽകിയൊരു ഭാഗ്യമാണ്. ഏതുപോലെ കമാ സ്വനാബി ദുആഇൻ നാസിൽ കഅബ, കഅബയിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്ന കാര്യത്തിൽ എന്താ പ്രവർത്തിക്കപ്പെടും പോലെ ഫലഹുൽ ഹംദു വൽ മിന്ന, ഗുണവും സർവസ്വയും അള്ളാഹ്ക്കുള്ളതാണ്. അപ്പൊ എന്ത് വേണം? കഅബയിലേക്ക് നമ്മൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയല്ലോ ഇത്രയും ദൂരം കടന്നു പോണില്ലേ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നില്ലേ? അതുപോലെ നമ്മൾ പോകേണ്ടി വരും. ഒരു സ്ഥലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണമെങ്കിൽ എത്ര പൈസ ചെലവാക്കിയാലും എത്ര വൈദൂരമുണ്ട് കഅബത്തിലേക്ക് പോവണ്ടേ? പോകണം. മഹാൻ പറയുമായിരുന്നു. എന്താ പറയുന്നത്? ഇദാ ദകർതുമുൽ ഖൽഖ ഫി മജാലിസിക്കും, ഇദാ ദകർതുമുൽ ഖൽഖ ഫി മജാലിസിക്കും, നിങ്ങൾ ഇരിക്കുന്ന സദസ്സുകളിലും സമ്മേളനങ്ങളിലും സൃഷ്ടികളെയാണ് നിങ്ങൾ ഓർക്കുന്നു എങ്കിൽ നവരമതുല്ലാഹ തആല, നിങ്ങൾ അള്ളാഹനെ ഓർത്തോണി, ആരും ഓർക്കണ്ട. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇന്ന ദിക്റുഹു ദവാഉൽ ലിദാഇ ദിക്റുൽ ഖൽഖ, സൃഷ്ടിജാലങ്ങളെ ഓർത്തിയതിന്റെ ഫലമായി അള്ളാഹനെ ഓർക്കേണ്ടത് സൃഷ്ടികളെ ഓർത്തത്. അങ്ങനെ സൃഷ്ടികൾ ഓർക്കുക അതൊരു രോഗമാണ്. ആ രോഗത്തെ നീക്കാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ മരുന്ന് കിട്ടൂല, ഗുളിക കിട്ടൂല. ആയുർവേദിക്ക് പോയാൽ ടോണിക്ക് കിട്ടൂല. അതേപോലെ യുവനാരി പോയാൽ അതിന്റെ മരുന്ന് കിട്ടൂല. പിന്നെന്ത് വേണം? അള്ളാഹു തആലാക്ക് ദിക്ർ ചെല്ലാതെ വന്ന രോഗത്തിനെ മാറ്റാൻ അള്ളാഹു തആലാക്ക് ദിക്ർ ചെല്ലണം. ആ ദിക്ർ എന്താണ്? ഔഷധമാണ്. ആ ഔഷധം നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പൊ നമ്മുടെ മനസ്സിന്റെ അകത്തളത്തിൽ എവിടെയെങ്കിലും അള്ളാഹനെ ഓർക്കേണ്ടടുത്ത് മറ്റൊരു ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് രോഗമാണ്. ആ രോഗം നീക്കുവാൻ അള്ളാഹനെ ഓർക്കുക ഔഷധമാണ് എന്നാണ് ഫുളൈൽ ഇയാദ് തങ്ങളുടെ അഭിപ്രായം. വഖദ്കാന ഇബ്രാഹിമിന് അദ്ഹം റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ യസ്തരിത്തു അലാമൻ യുരീദു മജാറസതുഹു, ബഹുമാനപ്പെട്ടവരുടെ കൂടെ ആരെങ്കിലും ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന ആളുകളുടെ മേലില് മഹാനവറുകൾ ഷർത്തായി നിശ്ചയിക്കുമായിരുന്നു. എന്ത്? അല്ലാ യഗ്ഫല അൻ ദിക്രില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആലയെ ഓർക്കലിനെ തൊട്ട് അശ്രദ്ധയാവാൻ പാടില്ല, ശ്രദ്ധ വേണം. അപ്പൊ എന്റെ കൂടെ ഇരിക്കാൻ ആരും താല്പര്യപ്പെടുന്നുവെങ്കിൽ അള്ളാഹ് ഓർത്തുകൊണ്ട് ഇരിക്കേണ്ടി വരും, അള്ളാഹ് ദിക്ർ ചെല്ലേണ്ടി വരും. അതെന്റെ പണി. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ അള്ളാഹനെ ഓർക്കുന്നവരായിരിക്കണം, അല്ലാത്തതിന്റെ കൂടെ ഇരിക്കണ്ട എന്നൊക്കെയാണ് മഹാന്മാര് പറയും. അവരുടെ ചിന്ത അങ്ങനെയാണ്, അങ്ങനെ തന്നെ വേണ്ടതും. സലമി റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു. എന്താ പറയാ? ലാ യംബഗി ലിമൻ വലമ നഫ്സ, സ്വന്തം നഫ്സിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, അനീതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് യോജിച്ചതല്ല എന്ത്? അല്ലാഹു തആല, അല്ലാഹു തആലാക്ക് ദിക്ർ ചെല്ലല് ഇല്ലാ ബഅദ തൗബത്തി വൽ ഇസ്തിഗ്ഫാരി, പാപമോചനം നടത്തിയതിനു ശേഷവും പക്ഷാതാപം നടത്തിയതിനു ശേഷവും. ഇത് രണ്ടും ചെയ്തിട്ടേ ദിക്ർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മനസ്സിന് അല്ലാഹു തആലാക്ക് നിരക്കാതെ ചെയ്യുമ്പോഴാണല്ലോ സ്വന്തം ശരീരത്തെ ആക്രമിക്കല്. സ്വന്തം ശരീരത്തെ ആക്രമിക്കാൻ പാടില്ല, നീതിയോടുകൂടെ പെരുമാറണം. ആ നീതി എന്താ? അള്ളാഹ് പറഞ്ഞ് കേൾക്കലാണ്. അത് കേൾക്കാതിരിക്കുമ്പോൾ തെറ്റ് ചെയ്താൽ അനീതിയാണ്. അപ്പൊ സ്വന്തം ശരീരത്തെ നശിപ്പിക്കലാണ്. അത്തരം ആളുകൾക്ക് ദിക്ർ ചെല്ലണമെന്നുണ്ടെങ്കിൽ പക്ഷാതപിക്കുകയും അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ നടത്തുകയും വേണം. എന്തെങ്കിലും മാത്രമേ പറ്റുകയുള്ളൂ.
ഫഇന്നല്ലാഹു തആല നിശ്ചയമാടും അല്ലാഹു തആല കാരണം പറയുന്ന യൽ അൻവാലിമ ലാലിമികളായ ആളുകളെ അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട്. ഇദാ ദക്കറഹു മാദാമ മുസിറൻ അല്ലാഹു തആല അവർ ഓർക്കുമ്പോൾ അല്ലാഹു ശപിക്കുകയാണ്. മാദാമ മുസിറൻ തെറ്റിൽ നിലകൃതിയായിക്കൊണ്ട് പക്ഷാതപിക്കാതെ ഇസ്തിഗ്ഫാർ നടത്താതെ അള്ളാഹിനെ ഓർത്തൊരു കാര്യമല്ല. അങ്ങനെ ചെയ്താൽ അത് അല്ലാഹു തആലക്ക് ഇഷ്ടമല്ല. അത്തരം ആളുകൾ അല്ലാഹു തആല ശപിക്കും. അള്ളാഹ് ശപിക്കുമെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല റഹ്മത്തിനെ തൊട്ട് ആട്ടി ഓടിക്കുമെന്നാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷഹറാൻ ഇമാം പറയുന്നു, ഖുൽതു ഞാൻ പറയുന്നു, വഹുവ യുരീദു മാ ദഅബ ഇലൈഹിൽ ഖൗമു മിനത് തൗബത്തി ആ പറഞ്ഞ കാര്യം എന്താ ഷഹുവ അവൻ ഉദ്ദേശിക്കുന്നു മാ ഒന്നിനെ അങ്ങനത്തെ ഒന്ന് ദഅബ ഇലൈഹിൽ ഖൗമു ഖൗമു പോയ പണ്ഡിതന്മാര് പോയ വഴിയാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താ തോബ പക്ഷാതാപമാണ്. അപ്പൊ കുല്ലമ അറാദു ആ യദ്കുർ റബ്ബഹും അസ്സ വജല്ല എഹ്തിയാത്തൻ ലിനഫ്സിഹിം ലിനുഫൂസിഹിം അവരുടെ നഫ്സുകളെ സൂക്ഷിക്കുവാൻ വേണ്ടിക്കൊണ്ട് അള്ളാഹുവിനെ അവർ ഓർക്കല്ല ഉദ്ദേശിക്കുമ്പോഴെല്ലാം തോബ വേണമെന്നർത്ഥം. ആ തോബയാണ് ഇവിടെ വേണ്ടത്. അതില്ലെങ്കിൽ നടക്കൂല. വലിയ ഹിത്തിമാലി ദുൽമിഹിം ലഹാ അവരുടെ അക്രമം എന്താണ്? ശരീരത്തിലുള്ള അക്രമമല്ലേ, അതിന് സാധ്യതയുണ്ടല്ലോ. ആ ഒരു സാധ്യത വന്നതുകൊണ്ടുമാണ് ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത്. ഓരോ വൃത്തിക്കായി മക്രൂഹിൻ ഔ വഫലത്തിൻ ഔ ഖാത്തിരിൻ മദ്മൂമിൻ വനഹ്വദാലിക ആക്ഷേപിക്കപ്പെടുന്ന കുറ്റത്തിലകപ്പെടുന്ന ചിന്തകള്, അശ്രദ്ധകള്, വെറുക്കപ്പെട്ട കാര്യങ്ങള് ഇത്യാദി കാര്യങ്ങൾ ചെയ്തിട്ട് ആണെങ്കിൽ പോലും സ്വന്തം ശരീരത്തെ ആക്രമിക്കലായി മാറും. ആ ഒരു സാധ്യതയുള്ളത് കൊണ്ടും സ്വന്തം ശരീരത്തിനെ സൂക്ഷിക്കുക, സൂക്ഷ്മത പാലിക്കുക എന്നീ കാര്യങ്ങളെ കൊണ്ട് റബ്ബിനെ ഓർക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എല്ലാം തോപ വേണം, അല്ലെങ്കിൽ നടക്കൂല എന്നർത്ഥം. അല്ലാഹു അഅലം. വ്യാഖ്യാനിച്ചുകൊണ്ട് ഷഹറാൻ ഇമാം പറയണത് ദാവൂദ് തായി റഹിമഹുല്ലാഹു തആല മഹാൻ മൂപ്പര അഭിപ്രായം എന്താന്ന് നോക്കാം. മഹാൻ പറയുന്നു, ഇന്ന കുല്ല നഫ്സിൻ തഖ്റുജു മിനദ് ദുനിയ അതിശാന ഏതൊരു ശരീരം ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ മരിക്കുമ്പോൾ വളരെ ദാഹിച്ച് വരഞ്ഞുകൊണ്ടാ പോവുക. വളരെ ദാഹിച്ച് വളരെ പ്രയാസപ്പെട്ട ആത്മാവ് പുറപ്പെടുക. അതിൽ ദാഹമില്ലാത്തൊരു കൂട്ടരുണ്ട്. ഇല്ലാ നഫ്സു ദാക്കിരീന അല്ലാഹു തആലാക്ക് സദാസമയം ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്ന ആളുകളുണ്ട്. അവരുടെ ശരീരം അവരുടെ ആത്മാവ് എന്താവുകയില്ല, ദാഹിക്കുകയില്ല. കണ്ടോ, അപ്പൊ മരണസമയത്ത് ദാഹമില്ലാതെ മരിക്കുന്ന സമയം വളരെയധികം സമുദ്ര വെള്ളം ഒന്നായിട്ട് കയ്യിൽ കിട്ടിയാലും കുടിച്ചാൽ ദാഹം തീരുകയാണ്. അത്രയും വലിയൊരു ദാഹമുണ്ടാവും മരണവേളാണ്. ആ മരണവേളയിൽ ഒരു ശാന്തിയും സമാധാനത്തോടു കൂടെ ദാഹിക്കാതെ നല്ല ദാഹം തീർന്ന് മരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. അവർക്കാണ് സുഖമായി മരിക്കാൻ കഴിയുക എന്നാണ് ദാവൂദ് ത്വായി റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരുന്നത്. വകാന വഹൈബ് ബിനുൽ വർദ് റഹിമഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുന്നു, ഇന്ന ഔലന്നാസി ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവരാരാ? മനിഫ്തഹൽ മജ്ലിസ ബിദിക്രി മനിഫ്തഹ അൽ മജ്ലിസ ബിദിക്രി ഒരു സദസ്സിൽ പോയിരുന്നിട്ട് ദിക്ർ കൊണ്ട് ആരാദ്യം തുടങ്ങിയോ ആ തുടങ്ങിയ ആളാണ് അള്ളാഹുവിനെ കൊണ്ട് ഏറ്റവും ബന്ധമായ ആൾ. അപ്പൊ ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ ഒരു ദിക്ർ തുടങ്ങണം. അത് തുടങ്ങിയ ആൾ അള്ളാഹു തആലയുടെ ഏറ്റവും അടുത്ത ആളാണ് എന്നതിനർത്ഥം എന്നാണ് മൂപ്പര് പറയുന്നത്. വകാന സാബിത്തുൽ ബന്നാനി റഹിമഹുല്ലാഹു തആല യഖൂൽ എന്നാൽ മഹാനവരുടെ അഭിപ്രായം എന്താ? ഇന്നി ലഅരിഫു മതാ യദ്കുറുല്ലാഹു തആല അള്ളാഹു എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ അള്ളാഹു തആല എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ എന്നെ അറിയുന്നു. നിശ്ചയമായിട്ട് ഞാൻ അറിയപ്പോഴാ അള്ള എന്നെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാണ്. അപ്പൊ കീലലഹു മൂപ്പരോട് ചോദിക്കപ്പെട്ടു, ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? പകൈവദാലിക എങ്ങനെ സംഭവം? എന്നെ അള്ള ഓർത്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം നിങ്ങൾ അറിയുന്നത് പറഞ്ഞ എന്താണത്? കാലാമഹാൻ പറയുകയാണ് എന്ത്? സുബ്ഹാനഹു വ തആല ദക്കറനി ഞാൻ അല്ലാഹു തആലാനെ ഓർത്തുകൊണ്ട് അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അള്ള എന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും, എന്നെയും ഓർത്തുകൊണ്ടിരിക്കും. ഖാല തആല ഖുർആൻ മറിച്ചു നോക്കൂ, ഖുർആനിൽ അങ്ങനെ ഒരു വാക്കില്ല. എന്ത്? ഫദ്കുറുനി അദ്കുറുക്കും നിങ്ങൾ എനിക്ക് ദിക്ർ ചൊല്ലിക്കോളി, നിങ്ങൾ എന്നെ ഓർത്തോളി, ഞാൻ നിങ്ങളെ ഓർക്കാം. അപ്പൊ പിന്നെ അള്ളാഹു തആല എന്നെ ഓർക്കുമ്പോൾ ഞാൻ അറിയുന്ന അർത്ഥം അതാണ് നായല്ലോ. അങ്ങനെ മഹാന്മാര് ആയത്തുകളൊക്കെ ഓതിക്കൊണ്ടാണ് ഉത്തരം കൊടുക്കുന്നത്. അത് അനുഭവമാണ്, അറിവാണ്, പ്രകാശമാണ്. വകാന അബുൽ മാലിക് റഹിമഹുല്ലാഹു തആല ബഹുമാനപ്പെട്ടവരായിരുന്നു. അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലുകയാണ് എങ്കിൽ മഹാനവറുകൾക്ക് എന്ത് കിട്ടും? യഹ്സുലഹു തറബൻ
മഹാനവർക്ക് സന്തോഷവും ആനന്ദം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ, സിക്കറിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമ, ശരീരത്തിന് വല്ലാത്തൊരു ആനന്ദം, എന്തൊരു ആഹ്ലാദം, എന്തൊരു സന്തോഷം ഇത് ലഭിക്കും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ തന്നെ ഖുർആനിലുള്ളതും. അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലിക്കോളി മനസ്സമാധാനം ഉണ്ടാകുമല്ലോ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് ശാന്തത. ഈ ശാന്തതന്റെ സമാധാനം, അതുപോലെ സന്തോഷം എന്നൊക്കെ പറയുന്ന ആഹ്ലാദമൊക്കെ അത് കിട്ടും. എങ്കിൽ ഇനി നോക്കൂ, മഹാനവറുകൾ പറയുന്നു, വയഖൂലു, മഹാൻ പറയുന്നു, ഇന്ന തുർബീ ബിദിക്രില്ലാഹി തആല ലീ. അപ്പൊ എന്റെ ആഹ്ലാദം, എന്റെ സന്തോഷം എന്താണ്? അള്ളാഹ് എന്നെ ഓർക്കലാണ്. ഞാൻ അള്ളാഹിനെ ഓർക്കുമ്പോ അള്ളാഹ് എന്നെ ഓർക്കും. അള്ളാഹ് എന്നെ ഓർക്കുമല്ലോ, അതൊരു സന്തോഷം വരുമ്പോൾ ആഹ്ലാദവും അതുപോലെ തന്നെ നല്ല സന്തോഷം ആനന്ദമൊക്കെ എനിക്കുണ്ടാകും. വഇന്നഹു സുബ്ഹാനഹു വതആല യഖൂൽ, കാരണം അല്ലാഹു തആല അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കാം. ഉണ്ടാവും. അള്ളാഹുവിനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളെ ഓർക്കുകയാണ്. അള്ളാഹ് നമ്മളെ ഓർക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ആനന്ദം. അത് കിട്ടണം. ബഹുമാനപ്പെട്ട അബുൽ മാലിക് തങ്ങൾ ഈ ത്വരീഖിന്റെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ, എത്തരത്തിൽ മഹാനവറുകൾ പോകുന്ന വഴിയിൽ അള്ളാനെ ഓർക്കാതെങ്ങാനും അശ്രദ്ധവാനായി പോയിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും? മഹാൻ റജാസാരിയൻ, രണ്ടാമത് മൂപ്പര് മടങ്ങി പോരും. രണ്ടാമത് മടങ്ങി വന്നിട്ട് അല്ലാഹു തആല ഫീഹാ, എന്നിട്ട് പിന്നെ ആ വഴിയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും മഹാൻ. വലോ മർഹലത്ത്, അത് എത്ര കിലോമീറ്റർ ഉണ്ടായാലും ശരി, എത്ര മർഹൽ ഉണ്ടായാലും വേണ്ടില്ല, ഒരു മർഹലേ ഉള്ളൂ എങ്കിലും മഹാനവൻ തിരിച്ചു വന്നിട്ട് വീണ്ടും ആ വഴിയുടെ നടന്നു പോകുമ്പോൾ ദിക്ർ ചൊല്ലിയിട്ടാ പോകുക. ഇതായിരുന്നു എന്തിനാണ് ആ ഒരു നിമിഷം, ആ ഒരു സ്ഥലം, ഒരു വഴി നാളെ മായസിൽ അനുകൂലമായി നിൽക്കണം. അത് ദിക്റിന്റെ വഴിയായിരിക്കണം. അപ്പൊ ദിക്ർ ചൊല്ലി പോകുന്നു. എന്നിട്ട് പറയുന്നതാവോ യഖൂലു, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എന്ത്? ഇന്നി ഉഹിബ്ബു അൻ തശ്ഹദ ലിൽ മഖ്ദിഖാൽ അല്ലത്തി, അങ്ങനത്തെ എന്താ പറയുന്നറിയാമോ? നിശ്ചയമായിട്ടും ഞാൻ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുകയാണെന്ന്, അൻ തശ്ഹദ ലി, എനിക്ക് സാക്ഷി നിൽക്കൽ, അൽ ബിഖാഉ, സ്ഥലങ്ങൾ, അല്ലത്തി, അങ്ങനത്തെ സ്ഥലങ്ങൾ, ഉമിറ ഫീഹാ കുല്ലിഹാ, ആ സ്ഥലങ്ങൾ മുഴുവനും എന്താണ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, യൗമുൽ ഖിയാമത്തി, അന്ത്യനാളിൽ വരണമെന്ന്. അപ്പൊ അന്ത്യദിനത്തിൽ ആ സ്ഥലങ്ങളോട് മുഴുവനും വരാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥലമൊക്കെ എനിക്ക് സാക്ഷിയായി നിൽക്കണം. അങ്ങനെ സാക്ഷിയായി നിൽക്കണമെങ്കിൽ ഞാൻ ദിക്ർ ചൊല്ലണം. അതാണ് വഖദ് കാന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം യഖൂൽ, ദാവൂദ് നബി തങ്ങൾ പറയുന്നു, എന്ത്? അല്ലാഹുമ്മ ജഅൽനി മിനൽ-ദാകിരീന ലക് വഇദാ റഅയ്തനി ജാവസ്തു മജ്ലിസൽ-ദാകിരീന ഇലാ മജ്ലിസിൽ-ഗാഫിലീന ഫകസ്സിർ റിജ്ലി ഫഇന്നഹാ നിഅമത്തുൻ മിൻക അലയ്യ. ഇതായിരുന്നു പറഞ്ഞത്. ഇത് പ്രാർത്ഥനയാണ്. ആര്? ദാവൂദ് നബി. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചെന്താ? അല്ലാഹുമ്മ, പടച്ചവനെ, ഇജ്അൽനി, നീ എന്നെ ആക്കണേ, മിനൽ-ദാകിരീന ലക, നിന്നെ എന്നെ ഓർത്തുകൊണ്ട് നിനക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. ആരാ പ്രാർത്ഥിക്കുന്നത്? പ്രവാചകൻ. മൂപ്പരെപ്പോഴും അള്ളാഹനെ ഓർക്കുന്ന ഒരാളാണ്. എന്നിട്ട് പോലും ദ്വാരുന്നത് എന്താ? വിനയം. റബ്ബേ, നിന്നെ ഓർക്കുന്ന വിഭാഗത്തിൽ എന്നെ നീ ആക്കണേ അല്ലാ. വഇദാ റഅയ്തനി, പടച്ചവനെ, നീ എന്നെ കാണുകയാണെങ്കിൽ, എങ്ങനെ? ജാവസ്തു, ഞാൻ വിട്ടു കടന്നുപോയി, മജ്ലിസൽ-ദാകിരീന, ദിക്ർ ചൊല്ലുന്ന സദസ് അവിടെയുണ്ട്, ആ സദസ്സും വിട്ട് ഇലാ മജ്ലിസിൽ-ഗാഫിലീന, ദിക്ർ ചൊല്ലാതെ അശ്രദ്ധവാന്മാരായി സ്വറയം പറഞ്ഞിരിക്കുന്ന, കളിതമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് ഞാൻ പോയി. ദിക്ർ ചൊല്ലുന്ന സദസ് ഞാൻ വിട്ടുപോയി. അങ്ങനെയാണ് എങ്കിൽ ഫകസ്സിർ റിജ്ലി, പടച്ചവരെ, എന്റെ കാല് നീ പൊട്ടിച്ചു കളയണേ. അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല, നിന്നെ ഓർക്കുന്ന സ്ഥലത്തെ എത്താൻ പാടുള്ളൂ. അതുപോലെ കാലിനി നാശമാക്കണേ. ഇതൊക്കെയാണ് മഹാന്മാർ പ്രാർത്ഥിച്ചത്. എന്നിട്ട് പറയുന്നു, ഫഇന്നഹാ നിഅമത്തുൻ മിൻക അലയ്യ, കാരണം ആ കാല് നിന്റെ ഭാഗത്തുനിന്ന് എന്റെ മേൽ ചെയ്തൊരു അനുഗ്രഹമല്ലേ, ആ അനുഗ്രഹം നീ നിർത്തിക്കളാം, വേണ്ടാതെ നിർത്തിക്കാൻ പോവുകയാണെങ്കിൽ എന്നാ പറഞ്ഞത്. ഇതൊക്കെയായിരുന്നു മഹാന്മാരുടെ വാർത്ത. നമ്മളോ ദിക്റിന്റെ സദസ് പോയിട്ട് മാസാങ്ങൾക്ക് സ്ഥലത്തിലും പോകൂല, ആഴ്ചകൾ ദിക്റിലേക്കും പോകൂല, ഒന്നിനും പോകൂല. അപ്പൊ നമ്മൾ എത്രയാണ്? മഹാന്മാരുടെ ജീവിതം എവിടെയാ? നമ്മളും കടലും കടലാടി എത്ര അകലെയാണോ അതുപോലെയാണ്.
വക്കാന യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹു തആല യഖൂൽ, ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, ഹാദിസുൽ ഖുലൂബ ബിദിക്രില്ലാഹി തആല, നിങ്ങളെ ഹൃദയങ്ങളോട് ദിക്ർ ചൊല്ലി വർത്തമാനം പറയുക, മനസ്സിനോട് അങ്ങനെ സ്വന്തം ദിക്ർ ചൊല്ലിയിട്ട് മനസ്സിനോട് വർത്തമാനം പറഞ്ഞോളെ. കാരണം എന്താ, ഫഇന്നഹാ സരീഅത്തുൽ ഗഫല, ഈ ഹൃദയങ്ങൾ എന്ന് പറയുന്ന സാധനം അശ്രദ്ധയിൽ വേഗം വരും, ശ്രദ്ധ ഉണ്ടാവില്ല, വെറും അശ്രദ്ധയെ വരുള്ളൂ. ഈ അശ്രദ്ധ കൂടുതൽ വരുന്നതാണ് ഹൃദയം. ആ ശ്രദ്ധിക്കാൻ വേണ്ട മാർഗം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നാണ് യഹ്യ ബിൻ മുആദ് തങ്ങൾ പറഞ്ഞത്. വകാന വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹു തആല യഖൂൽ വാജബ മിനന്നാസി യബ്കൂന അലാ മൻ മാത ജസദുഹു വലാ യബ്കൂന അലാ മൻ മാത ഖൽബുഹു വഹുവ അശദ്ദു. വഹബ് ബിൻ മുനബ്ബഹിന്റെ അഭിപ്രായം എന്താ അറിയോ, ഞാൻ വല്ലാതെ ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്, ജനങ്ങളെ ഭാഗത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്ത്, ഒരു ശരീരം മരിച്ചുപോയി, ആ ജസദ് നിശ്ചലമായി കിടന്നപ്പോ ആ ജസദിന്റെ മേലെ ഓർത്ത് കരയാണ്. ആ ജസദിനെ ഓർത്ത് ഞാൻ കാണാനല്ലോ, അയാൾ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയാണ്. വാസ്തവത്തിൽ ഹൃദയം മരിച്ച ആളുണ്ട്, അത്തരം ആൾക്കാരെ ഓർത്ത് കരയുന്നില്ല. അത് വല്ലാത്തൊരു ഗൗരവമായ കാര്യമാണ്. അപ്പൊ നമ്മൾ കരയുകയാണ് എങ്കിൽ മനസ്സ് തകർന്നവർ ഓർത്ത് കരയണം. അള്ളാനെ ഓർക്കാതെ അന്തം വിട്ട് നടക്കുന്ന മനസ്സുകളുണ്ട്, അവരെ ഓർത്തിട്ടാ നമ്മൾ കരയാണ്. അല്ലാതെ ആത്മാവ് പോയിട്ട് ഭൗതിക ജനം ഇവിടെ കടക്കണേ, പിന്നെ അത് ഓർത്ത് കാര്യത്തിന് വലിയ കാര്യമൊന്നുമില്ലാതെ മഹാന്മാർ കാഴ്ചപ്പാട്. വഖദ് കാന ബിശ്ർ ബിൻ മൻസൂർ റഹിമഹുല്ലാഹു തആല യുഖല്ലിലു, ബഹുമാനപ്പെട്ടവരായിരുന്നു, വളരെ കുറക്കുന്നവരായിരുന്നു, ജനങ്ങളുമായുള്ള കൂടിയിരുത്തത്തിൽ വളരെ കുറവുള്ള ആളായിരുന്നു. അനങ്ങാൻ ഞങ്ങൾ കൊണ്ടുപോയി ഇരിക്കൊന്നുമില്ല. ചില ആൾക്കാരെ നമ്മളങ്ങനെ കാണും, അയാൾ കൂട്ടത്തിലൊന്നും വരില്ല. പക്ഷെ നമ്മളെന്താ പറയാ, അയാൾക്ക് നേരം വെളുത്തിട്ടില്ല, അയാൾ അങ്ങനെ നടക്കുന്നത്, ആൾക്കാർ കൂടുന്നിടത്ത് ആൾ വരുന്നില്ല, ഇരിക്കുന്നിടത്ത് ആൾ വരുന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ബിശ്രന്ന്, ബഹുമാനപ്പെട്ടവർ അങ്ങനല്ല, വളരെ കുറച്ചേ ഇരിക്കുള്ളൂ ഞങ്ങൾ കൂടെ. പോലു മഹാൻ പറയുന്നുണ്ട് അതിന് മറുപടി. എന്താ അതിന്റെ കാരണം, എന്ന ജനങ്ങളുമായി കൂടിയിരുന്നാൽ അവിടെ അള്ളാഹ്ക്ക് ദിക്ർ വരൂല. കാരണം എന്താ, ജനങ്ങളുമായി ഒരുമിക്കല് അശ്രദ്ധയുടെ സ്ഥലങ്ങളാണെന്ന്, അവിടെ അശ്രദ്ധ വരുള്ളൂ. അപ്പൊ എഴുപത്ത് നമീമത്ത്, രാഷ്ട്രീയം മനസ്സില്, നുണ പറയല്, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് വെടിവാക്ക് പറഞ്ഞിരിക്കുക, ഇടയിൽ കട്ടൻ ചായം കുടിക്കുക, സിഗരറ്റ് വലിക്കുക, എന്നിട്ട് പിന്നെയും വെടിവാക്ക് പറയുക, കളിച്ച് ചിരിച്ചിങ്ങനെ പോരുക, കുറേ പറഞ്ഞു പോരുക. ഈ നിമിഷത്തിലൊന്നും അള്ളാഹ്ക്ക് ദിക്റുമില്ല. അപ്പൊ ജനങ്ങളുമായി കൂടിരിക്കുമ്പോഴൊക്കെ അശ്രദ്ധ വരും. ഈ അശ്രദ്ധ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ചൊക്കെ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നുള്ളൂ. അപ്പൊ വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മാദരസ ഇന്ദി അഹദുൻ ഇല്ലാ വറഅയ്തു തർക മുജാലസതിഹി അഫ്ളല. എന്താ പറഞ്ഞത്, അള്ളാഹുവിനെ തന്നെ സത്യം, എന്റെ അടുത്ത് ഒരാളും ഇരുന്നിട്ടില്ല, എന്തായിട്ടല്ലാതെ ഞാൻ എന്താണ് അവരോട് കൂടെയുള്ള ഇരിക്കൽ ഞാൻ ഉപേക്ഷിച്ചതായി അഭിപ്രായപ്പെടുന്നു. അഫ്ളല, അത് ഏറ്റവും ഉത്തമമായതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ആ അഭിപ്രായപ്പെട്ടിട്ടല്ലാതെ എന്റെ അടുത്ത് ഒരാളും ഇരിക്കാറില്ല. അപ്പൊ എന്റെ അടുത്ത് ഒരാൾ ഇരിക്കണമെങ്കിൽ എന്ത് വേണം, അയാളെ കൂടെ ഇരിക്കാതിരിക്കലാണ് എന്റെ അഭിപ്രായം. അതാണ് അഫ്ളൽ എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം വലഹു, ആ മുജാലസത്തുണ്ടല്ലോ, ആ മുജാലസ് എനിക്കും ഓരും എന്തായിട്ട് ഖൈറായി മറിയും. ഞാൻ മറിയണമെങ്കിൽ ഈ മുജാലസ് ഒഴിവാക്കലാകുന്ന അഭിപ്രായം വെക്കണം. അങ്ങനെ വരുമ്പോഴേ ഗുണമായി മാറുകയുള്ളൂ. ഇതാണ് മഹാനവറുകൾ പറയുന്ന കാരണം. അപ്പൊ ആ ഒരു നിലക്ക് എന്താക്കും, കൂടെ ഇരിക്കുന്നതൊക്കെ ഒഴിവാക്കും. എന്താ മഹാൻ പറഞ്ഞ വാക്ക് അവസാനിച്ചു. ഫഅലന്താലിക്കയാക്കി, ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചൊക്കെ ശരി തന്നെയല്ലേ, സ്വന്തം അനുഭവിച്ച് നോക്കൂ. നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ, കൂടിയിരിക്കുമ്പോൾ എന്തൊക്കെ പറയുന്നു, ഈ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ നമുക്ക് പറഞ്ഞത് വളരെ സത്യമല്ലേ. ഇതന്നെയല്ലേ നമ്മുടെ ജീവിതം, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി വന്നവരല്ലേ നമ്മള്. പക്ഷെ ഞാനും നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്റെ അവസ്ഥ പറയണ്ട. ഞാൻ ക്ലാസ്സുകൾ എടുത്തു തരാണ്, ഞാനാരാ, വളരെ മോശക്കാരൻ, ദ്വാരിക്കണം. മഹാന്മാരുടെ സ്വഭാവം എണ്ണി എണ്ണി പറയുകയല്ലേ. നോക്കൂ, ഭൂമിയിൽ അവിടെ കിടന്നുറങ്ങിയിട്ടെന്നല്ലാതെ, ഭൂമിയിൽ അവിടെ ഭാഗം വെച്ചിട്ടെന്നല്ലാതെ. എപ്പോഴേ വെക്കുള്ളൂ, ഇല്ല ഇന്ദൽ അരി ജുലൂസി, ഭൂമിയിൽ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ അപ്പോഴേ കിടക്കുള്ളൂ, അതുവരെ ഇരിക്കേണ്ടി കിടന്നിട്ടില്ല.
വഇൽമുഹും അവരുടെ അറിവ് ബിൽ ഖറാഇനി തെളിവ് വെച്ചുകൊണ്ടുള്ള അവരുടെ അറിവ് അന്നല്ലാഹു തആല നിശ്ചയമാണ് അല്ലാഹു തആല യുസാബിഹും ബിമിസ്ലി ദാലിക അത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ അതുപോലത്തെ കൊണ്ടൊക്കെ അല്ലാഹു തആല അവർക്ക് വിടുതി ചെയ്യും എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ അറിവുണ്ട്. ഇത്തരം അറിവുകളും ഒക്കെ ഉള്ള സമയത്തെ ഒരു ചെയ്യുള്ളൂ. അതാണ് ഒരു അറിവ്. അപ്പോ വളരെ വിഷമ ഘട്ടത്തിന് മാത്രമേ ഭൂമിയിൽ ചായുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ ഇരിക്കലെന്നെയാണ്. ഭൂമിക്ക് ചായരില്ല. ഇതേ കാലടിപ്പാടുമായി തുടർന്നു പോയ ആൾക്കാരെ കൂടുതൽ ലാസ്റ്റുള്ള ആള് സയ്യിദ് ഷെയ്ഖ് താജുദ്ദീൻ സാഖിർ റഹിമഹുല്ലാഹു തആല മഹാനവറുകളാണ്. മൂപ്പര് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ലൈലത്തെ വഫാത്തി, മഹാൻ മരിക്കാൻ പോകുന്ന രാത്രിയാ. ആ രാത്രി തന്റെ ശിഷ്യന്മാരോട് പറയാണ്, എന്ത് പറയുന്നറിയാമോ, അന്നലഹു 27 സന. എനിക്കിപ്പോ എത്ര വയസ്സായി? എനിക്ക് 27 വയസ്സാണ് ഇപ്പൊ ഉള്ളത്. ഈ 27 വയസ്സിന്റെ വേളയിൽ ഭൂമിയിലേക്ക് അദ്ദേഹത്തിന്റെ എന്ത് വെച്ചിട്ടില്ല ഭാഗം ഭൂമിയിൽ സാധിച്ചിട്ടേ ഇല്ല. മരിക്കാൻ പോകണം, ചെറുപ്രായത്തിലെ മരണം. ആ സമയത്ത് ആ മഹാൻ അവർ ഇത് പറയുന്നത്. അപ്പൊ നോക്കൂ, മഹാനും ഇതേ നിലപാട് തന്നെയായിരുന്നു. ഇതേ വഴിയിലൂടെ സഞ്ചരിച്ചു പോയ ആൾക്കാരെ കൂടുതൽപ്പെട്ട ഒരാളാണ് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ബിശ്ർ ഹാഫി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു, വൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, വൽ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു, വറാബിയത്തുൽ ലദവിയ റളിയല്ലാഹു അൻഹു, വൽ ഔസാഇ റളിയല്ലാഹു അൻഹു, വജമാഅത്തുൻ ദക്കർനാഹും ബിത്തബഖാത്തി. നമ്മൾ സ്ഥാനമാണ് എണ്ണി വരുന്ന കൂട്ടത്തിൽ തബഖാത്തിൽ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഘവും ഇങ്ങനെയൊക്കെ തന്നെയായി. നോക്കാണ് ഇവരൊക്കെ ഭൂമിയിൽ കിടന്നുറങ്ങിയിട്ടില്ല, അള്ളാഹ്ക്ക് നിരന്തരം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനർത്ഥം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല, നോക്കൂ ബഹുമാനപ്പെട്ടവര്, ഇസ്ലാമിന്റെ 5ാം ഖലീഫയായിട്ട് എണ്ണാൻ പറ്റുന്ന നീതിമാനായ മഹാൻ താബിഈൻ. ഇദാ വലബഹുന്നൗമു, മഹാൻ അവറുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് ഇടയിൽ ഉറക്കിങ്ങനെ മികച്ചു വന്നാൽ, ഉറങ്ങേണ്ട ഘട്ടമെത്തുകയാണെങ്കിൽ യഖൂമു, മഹാൻ എണീൽക്കും. എന്നിട്ട് പോയ ജൂലി വിദ്ദാരി, വീട്ടിലൂടെ ഇങ്ങനെ ചാടി ഓടി നടക്കും. എന്തിനു ഉറക്കു പോകാൻ? വയുൻഷിദു, എന്നിട്ട് മഹാനോട് പാട്ട് പാടുകയാണ്. ഖൗലുഹു, മൂപ്പരെ പാട്ടൊന്ന് പാടാം. എന്ത്? വകൈഫ തനാമുൽ ലൈലു വഹിയ ഖരീറത്തുൻ വലം തദ്രി ബി അയ്യിൽ ബഹല്ലൈനി തൻസിലു. വകൈഫ തനാമുൽ ലൈൽ, കണ്ണ് എങ്ങനെ ഉറങ്ങാനാണ്? വയ ഖരീറത്തുൻ, കണ്ണിങ്ങനെ കുടർമയായിക്കൊണ്ടിരിക്കല്ല അല്ലാഹനെ കാണാൻ. അല്ലാഹനെ ഓർത്തുകൊണ്ട് കണ്ണിങ്ങനെ കുടർമയായിക്കൊണ്ടിരിക്കുകയിൽ എങ്ങനെ ഉറങ്ങാൻ? വലം തദ്രി ബി അയ്യിൽ ബഹല്ലൈനി തൻസിലു, കണ്ണറിയുന്നില്ല, ഏത് സ്ഥലത്തിലാണ് ഇറങ്ങേണ്ടത് എന്നറിയുന്നില്ല. ആ നിലപാടിലാണ്. ഇബാദത്ത് ചെയ്യുകയാണോ വേണ്ടത്, ഉറങ്ങുകയാണോ വേണ്ടത് അറിയുന്നില്ല. ആ ഒരു നിലപാടിലൂടെ കണ്ണ് കുടർമയായിക്കൊണ്ട് എങ്ങനെ ഉറങ്ങാൻ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. മഹാന്റെ ചരിത്രങ്ങളിൽ എത്രമാത്രം ഇബാദത്ത് ചെയ്തവർ. നമ്മളൊക്കെ സുഖമായിട്ട് പട്ടുമത്തയിലും കട്ടിന്റെ മുകളിലും AC-യിലും ഫാനിലും എല്ലാ സുഖ സൗകര്യങ്ങളും കൂടെ കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. സുബഹിക്ക് പോലും ജമാഅത്തിന് നമ്മൾ എത്തുന്നില്ല, അറിയുന്നില്ല. നമ്മുടെ സുഖം എത്രയാ, എന്തൊരു സുഖമാണ്. നമ്മൾ ഈ ഭാഗത്ത് ആണോ അല്ലേ ആലോചിക്കുക. ഇവർക്കൊക്കെ എത്ര സുഖം അല്ലാഹു കൊടുത്തു, അത് മുഴുവനും അള്ളാഹുവിലേക്ക് ചെലവഴിച്ചു. وكذلك كانت رابعة الأدبية وشعبانة وفاطمة الرملية رحمة الله عليهن. ഇവരൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു. പെണ്ണുകൾ പറയുമായിരുന്നു, എന്ത്? എത്രയും പെട്ടെന്ന് ഞാൻ മരിച്ചു മുതൽ പേടിയാക്കുള്ളത്. അത് ഓർത്തുകൊണ്ടാണ് അവർ ജീവിച്ചത്. അല്ലാഹു ഇബാദത്തിനാണ്, എപ്പോഴും മരിക്കാം. അപ്പോൾ അറിയപ്പെട്ടു പോയെന്ത്? ഞാൻ നല്ലവനാണെന്ന് വാദിക്കുന്ന എല്ലാവരും. എന്നിട്ട് വനാമാവിൽ അസ്ഹാരി ബിലാഉദ്രി, യാതൊരു കാരണമില്ലാതെ രാത്രിയാകുന്ന സുഖമായ നിദ്രയിലാണ്. അങ്ങനെയുള്ളവർ പൗവക്കാദിവൻ കള്ളനാണ് എന്നറിയാം, അല്ലെ? ഞാൻ നല്ലവനാണെന്ന് പറയും ചെയ്യാം,
എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങും ചെയ്യാം. ഇത്തരം ആൾക്കാരെ പറ്റി കള്ളൻ എന്നല്ലാതെ എന്താ പറയുക, പച്ചക്കള്ളല്ലേ പറഞ്ഞത്. പകരം ദാലിക്ക ഈ പറഞ്ഞ കാര്യത്തിന് മനസ്സിലാക്കുക എന്റെ സഹോദര. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതോടെ കഴിഞ്ഞു. വമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും, മഹാന്മാരുടെ മറ്റൊരു സ്വഭാവ ഗുണം റിഖ്ഖത്തു ഖുലൂബിഹിം, അവരുടെ ഹൃദയം വളരെ ലോലമായിരിക്കുന്നു, കടുകട്ടിയില്ല. വകസറത്തു ബുകായിം, അവർ നല്ലോണം കരയും ചെയ്യും. അലാ തഫീതിഹിം ബിഹുഖൂഖില്ലാഹി തആല, അല്ലാഹു തആലക്ക് ചെയ്തു തീർക്കേണ്ട കടമകളുണ്ട്. ആ കടമകളിൽ വീഴ്ച വരുത്തി, ആ കടമകളിൽ വീഴ്ച വരുത്തിയതിന്റെ മേൽ കൂടുതൽ കരയുന്നവരും അവരുടെ ഹൃദയം വളരെ ലോലവുമാണ്. അങ്ങനെയുള്ള ആൾക്കാരുമാണ് അവർ. എന്തില്ല അല്ലല്ലാഹും, പടച്ച റബ്ബ് അവർക്ക് കരുണ ചെയ്തേക്കാം, അതിനുവേണ്ടി ഒരു കരയുന്നു കൂടുതൽ. നമ്മൾ പറഞ്ഞ ഹൃദയലോലമായ കൂടുതൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സ്റ്റാൻഡേർഡിലായിരുന്നു ആര്? അൽ ഇമാമു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു. മൂന്ന് മഹാന്മാരെ ചരിത്രം പരിശോധിച്ചാൽ ഇതേ നിലപാടിലായിരുന്നു. അള്ളാഹുവിന്റെ കടമകൾ നിറവേറ്റിയത് വല്ല പഴിച്ചും പറ്റിയിട്ടുണ്ടെന്ന് ഓർത്ത് പൊട്ടി പൊട്ടി കരയുന്നവർ, ഹൃദയം വളരെ ലളിതമായവർ. ഈ മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. നോക്കൂ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കുണ്ടായിരുന്നു അവിടുത്തെ മുഖത്തിന് രണ്ട് കറുത്ത വരകളുണ്ടായിരുന്നു. എന്താ വരാ? മിമ്മജിറന്തുമോൾ, കരഞ്ഞിട്ട് കണ്ണുനീര് ചാലിട്ടൊഴുകിന, കണ്ണുനീരിങ്ങനെ ഒഴുകി 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 അവസാനം രണ്ട് ഭാഗത്തിൽ കൂടെ രണ്ട് കറുത്ത വര കണ്ടു. ആ കറുത്ത വര വരാൻ കാരണം എന്താ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞത് കൊണ്ടാണ്. പടച്ചവന്റെ മുന്നിൽ ഞാൻ എന്ത് പറയേണ്ടി വരും? പാവപ്പെട്ട ഉമർ, അല്ലാഹു തആലാക്ക് ചെയ്യേണ്ട കാര്യം നിറവേറ്റിയോ ഉമർ? ഖലീഫയായിരുന്നു ഞാൻ, എന്തൊക്കെ ചെയ്തു കഴിയൂല, ഇതോർത്തുകൊണ്ടാണ് കരഞ്ഞിരുന്നത്. അതേ പ്രകാരം തന്നെയാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുയും അങ്ങനെ തന്നെയാണ് കരഞ്ഞു. വകദാലിക കാന ലിഉമർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ്. വയസീദ് الرقاصي والفضيل بن عياض وبشر الحافي ومعروف الخرخي رضي الله عنهم, ഈ മഹാന്മാരെല്ലാവരും കരഞ്ഞവരാണ്. കരഞ്ഞ് 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 അള്ളാഹുവിലേക്ക് വിനയത്തോടുകൂടി ജീവിച്ചവരാണ്. ദുനിയാവിന്റെ സുഖം വെടിഞ്ഞവരാണ്. അള്ളാഹു തആലയിലേക്ക് അടുത്തവരാണ്. അപ്പൊ കരച്ചില് വരും. നമുക്ക് കരച്ചില് വരുന്നില്ല. എന്താ കരച്ചില് വരാത്തത്? നമുക്ക് കരച്ചില് വരാത്തതിന്റെ സൂത്രം നമ്മളെ ഹൃദയം ലോലമല്ല, അള്ളാഹിനെ കുറിച്ച് പേടിയില്ല. നോക്കൂ, وكان يزيد الرقاصي رحمه الله تعالى إذا دخل بيته يبكي وإذا قدم إليه الطعام بكى وإذا جلس إليه إخوانه بكى وأبكاهم ويقول هل خلقت النار إلا لمثله. ഇതാ മഹാന ചിന്ത. നല്ലൊരിക്കലും ചിന്ത വരുള്ളൂ. എന്താ പറഞ്ഞത്? മഹാനവറുകൾ തന്റെ വീട്ടിലേക്ക് കടന്നാൽ എനിക്ക് കരയുകയാണ്. വീട്ടിൽ ചെന്നാ കരച്ചില്. മഹാനവരുടെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വല്ലതും കൊണ്ടുവന്ന അപ്പോഴും കരയുകയാണ്. തന്റെ കൂടെ ഇരിക്കുവാൻ തന്റെ സഹോദരന്മാർ വന്നിരുന്നല്ല അപ്പോഴും കരയുകയാണ്. കൂടെ ഇരിക്കുന്ന ആൾക്കാരെ കരയിപ്പിക്കുകയാണ്. എന്നിട്ട് മഹാൻ പറയുന്നു, നരകം എന്ന് പറഞ്ഞൊരു ഭവനത്തെ സൃഷ്ടിച്ചു വെച്ചത് എന്നെപ്പോലൊരുത്തർക്ക് വേണ്ടിയല്ലാതെ ആർക്കാണ് എന്നാണ്. എന്താ വിനയമാണ്, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയാണ്, ഹൃദയത്തിന്റെ അലിവാണ്. ഇതാണ് അങ്ങനെ പറയാൻ കാരണം. ഇതായിരുന്നു യസീദ് റഖാസി എങ്കിൽ വകാന ഉമർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല മഹാനവറുകൾ തൂലലൈലി യബ്കി, തന്റെ രാത്രി ദീർഘകാലം കരയും, ദീർഘസമയം കരയുന്ന. വയജൂലു ബിദാരി, വീട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടും. വയസ്റഖു ഇല സമായി, പ്രഭാത സമയം വരെ മഹാനവർ സന്ധിക്കുകയാണ്, ഓടിച്ചാടുകയാണ്, യാതൊരു സുഖവുമില്ല, കരയുകയാണ് ആഖിറം ഓർത്തിട്ട്. കൂടുതൽ സമയം മഹാനവർ ബോധരഹിതനായി വീഴുകയാണ്. മഹാനവരുടെ മച്ചിന്റെ മുകളിൽ പോയിട്ട് നിസ്കരിച്ചു. അപ്പോൾ എന്താ സുജൂദി, മഹാനവറുകൾ ഇങ്ങനെ സുജൂദിൽ വെച്ച് കരയുകയാണ്. എത്രത്തോളം കരഞ്ഞെന്ന് ചോദിച്ചാൽ മഹാനവറുകൾ കരഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ ആ പുരയുടെ മുഖത്തുള്ള മീസാബ് ഉണ്ടല്ലോ, ആ മീസാബിലൂടെ ഇങ്ങനെ വെള്ളം ഒറ്റൊറ്റി വീഴുകയാണ്. അവിടെ ഉറങ്ങുന്ന ആൾക്കാരുടെ മീതങ്ങനെ ഒറ്റൊറ്റി വീഴുകയാണ്.
അത്തക്കാരു അങ്ങനെ അവർ വിചാരിച്ചു യദുന്നൂൻ അവർ വിചാരിക്കുന്നവരായെന്ത് അന്നഹാ നിശ്ചയമായിട്ടും ഈ വെള്ളം സഹാബത്തും മാറത്തും നടന്നു പോകുന്ന മേഘമാണ്. അത്തറത്ത് അലയും അങ്ങനെ മേഘം അവിടെ മേലിൽ മഴ വർഷിപ്പിച്ചു. അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ വിചാരം മഴയാണ് ഈ വർഷിക്കുന്നത് എന്ന് എത്ര കണ്ണുനീര് പോകണം. അപ്പൊ എത്ര കണ്ണീര് പൊയിച്ചിട്ടുണ്ടാവും ഉമർ ബിൻ അബ്ദുൽ തങ്ങള് തന്റെ സുജൂദിൽ. ആലോചിച്ച് നോക്കൂ, എന്തിനവർ ഈ കരയുന്നത്? അള്ളാഹുവിനെ ഓർത്തിട്ടല്ലേ, ആ സുഖത്തിന് വേണ്ടി കരയുകയല്ലല്ലോ. കാലത്ത് റാബിയത്തുൽ അദവിയ്യ, ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ വഹദിയായിരുന്നു റഹ്മത്തുള്ളാഹി തആല അലൈഹാ. തബ്കി മഹദി കരയുകയായിരുന്നു. മഹദി കരയുമ്പോൾ മഹദിയുടെ ചുറ്റുഭാഗത്തും കണ്ണുനീർ തളം കെട്ടി നിൽക്കുകയാണ്. മഹദിയുടെ അടുത്തേക്ക് കടന്നു വരുന്ന ആൾ വിചാരിക്കുമെന്ന് അന്നദാരിക്കാവിമായില്ലോ, ഇതൊക്കെ ഉതിർത്ത വെള്ളമാണെന്ന് കരുതിപ്പോകും. അത്രത്തോളം ഉദുവിന്റെ വെള്ളമാണെന്ന് കരുതുന്ന അത്ര വെള്ളമുണ്ടെങ്കിൽ അവർ എത്ര കരഞ്ഞിട്ടുണ്ട്, എത്രമാത്രം. മഹദി പാടിയ മഹദി പാടിയതാ, പടച്ചോനെ എനിക്ക് സ്വർഗം വേണ്ട, സ്വർഗം എനിക്ക് മോഹമില്ല, പക്ഷെ സ്വർഗം ഞാൻ ആശിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വർഗത്തിലാണല്ലോ നിന്നെ കാണുക, നിന്നെയാണ് ഞാൻ കാമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും നിന്നെയാണ് എന്റെ മനസ്സിലുള്ളത്. നിന്നെ എനിക്ക് കാണണം, സ്വർഗത്തിന് വരണം. സ്വർഗത്തിന് വരുമ്പോഴേ നിന്നെ കാണുകയുള്ളൂ. അതിനാണ് ഞാൻ സ്വർഗം പോയിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് സ്വർഗമേ വേണ്ടാണ്. ഇത് പറഞ്ഞ മഹദിയാണ് റാബിയത്തുൽ അദവിയ്യ. ആ മഹദിയാണ് ഈ കരയുന്നത്. അവരൊക്കെ കരഞ്ഞ് കണ്ണീരില്ല. എത്രത്തോളം കരഞ്ഞു പോയിന്നറിയാമോ? ഒരു ദിവസം മഹദി തന്റെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് എന്താണെന്നറിയാമോ? നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് മാവ് കലക്കി വെച്ച് നിസ്കരിക്കാൻ വേണ്ടി പോയിന്നാണ്. അപ്പോഴേക്കും എന്താ, നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ പൂച്ച തട്ടിമറിച്ച് റെഡിയാക്കി പോയിന്നാണ്. എന്നിട്ടോ ആ ഒരു നിമിഷം പോലും മഹദി കരയുകയാണ്, പടച്ചവരെ എന്താ സംഭവിച്ചത്? ഇവരൊക്കെ ഈ ചിന്തയുടെ കഴിഞ്ഞു പോകുമ്പോ എന്തായിരിക്കും? ഇവര് സമ്മാക്ക് റഹ്മത്തുള്ളാഹി തആല മഹാനവറുകളായിരുന്നു. എന്തായിരുന്നു? ഇതാ ഹമ മജ്ലിസുഹു, മഹാനവർ ഇരിക്കുന്ന സ്ഥലം ചൂടായാലേ തബാക്കന്നാസു, ജനങ്ങളൊക്കെ അങ്ങനെ കരയും. എല്ലാവരും കരയാണ്, സദസ്സ് ചൂടായി കരയാണ്. അങ്ങനെ കരയുമ്പോൾ യദ്കുറുലഹും, ഈ മഹാൻ സമ്മാക്കുന്നവര് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാമിന്റെ കരച്ചില്. ഇപ്പൊ സുഫിയാനി സൗർ, ദാവൂദ് തായി, വൽ ഫുദൈൽ ഇബ്നു ഇയാദ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് വഅറാബിയും, ഈ മഹാന്മാരൊക്കെ കരഞ്ഞ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഇന്ദാലിക്ക മുഖാഹും, അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കും, ഇല്ല, ഞങ്ങൾ ഈ കാര്യമൊക്കെ ചെറിയൊരു കരച്ചിലാണ്. മഹാന്മാരെ കരച്ചിൽ ഓർത്ത് നോക്കുമ്പോ ഞാൻ കരഞ്ഞിട്ടുണ്ടല്ലോ, വളരെ തുച്ഛമായ കരച്ചിലേ ഉള്ളു, കരഞ്ഞിട്ട് തോന്നി ആ നിലക്കായിരുന്നു ഓരോ ഉപദേശങ്ങൾ. സംഭവം ഓർത്തു നോക്കുക. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, ലഅൻ അബ്കിയ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ കരയുക എന്നുള്ളത് ഹത്താ തഖുർജ മിൻ ഐനി ഖത്റത്തുൻ വാഹിദ, ഒരൊറ്റ കണ്ണുനീർ തുള്ളി എന്റെ കണ്ണുനീർ പുറത്തേക്ക് വരുന്നവരെ ഓർത്തുകൊണ്ട് ഞാൻ കരയുക എന്നുള്ളത് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ്. മിൻ അൻ അതസദ്ദഖ ബി ജബലിൻ മിൻ ദഹബ്, സ്വർണത്തിനാലുള്ള ഒരു പർവ്വതം കൂട്ടിക്കും, വലിയൊരു പർവ്വതം, സ്വർണ്ണപർവ്വതം. ആ സ്വർണ്ണപർവ്വതം എടുത്തിട്ട് ഞാൻ ധർമ്മം ചെയ്ത് തരുന്നത്, അതിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹിനെ ഓർത്ത് പേടിച്ചിട്ട് ഒരു ഇറ്റി കണ്ണുനീര് വരലാണ് എന്നാണ്. അതാണ് മഹത്വം. അപ്പൊ സ്വർണത്തിനേക്കാൾ വിലപിടിപ്പുള്ളതാണ് കണ്ണുനീർ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ. വലിയുൽ ഖൽബ്, മഹാൻ പറയാം, ഞാൻ ഹൃദയം വളരെ മോശമായ ആളാണ്, കട്ടില്ല ആളാണ്. അതൊക്കെ സന്തോഷോട് പറയണം, അതൊക്കെ ഈമാൻ കൊണ്ട് പറയാണ്. മഹാൻ പറയുമായിരുന്നു, അലാമത്തു സ്വാലിഹീന, നല്ലവരുടെ അടയാളം എങ്ങനെ? വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ടുമല്ല മനസ്സിലാക്കുക. പിന്നെന്താണ്? സ്വഫുറത്തുൽ അൽവാൻ, അവിടെ നിറക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ, മഞ്ഞയായിട്ടുണ്ടാവും. മഞ്ഞപ്പിത്തം പിടിച്ചതല്ല, ഭക്ഷിക്കാത്തതിന്റെ പേരിൽ നിറവ്യത്യാസം സംഭവിച്ചതാണ്. അൻസുൽ ഒയൂർ, കണ്ണ് വളരെ കാഴ്ച കുറവായി. എന്തുകൊണ്ട്? നിരന്തര ഇബാദത്തിലാണ്. അപ്പൊ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അതും എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? ഭക്ഷണമില്ലാത്തത് കൊണ്ട്, കഴിക്കാത്തത് കൊണ്ട്. ദുബൂരി ഷഫാ, ചുണ്ട് വളരെ വരണ്ട് ഉണങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ
ഐ മിൻ കസറത്തി സഹരിഹിം വബുകായി വജൂഇഹിം, അവരുടെ വിശപ്പ്, കരച്ചിന്, ഉറക്കൊഴിക്കൽ, ഇത് മൂന്നും സംഭവിക്കുമ്പോൾ, വിശപ്പ് കഠിനമാകുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിൽ വ്യത്യാസം സംഭവിക്കും. ഒരു മഞ്ഞ കളറൊക്കെ വരും. അത് ഭക്ഷണത്തിന്റെ പോഷകാഹാരം ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി കരച്ചിന് വന്നാൽ എന്താ ഉണ്ടാവുക? കണ്ണുനീര് ഒഴുകി ഒഴുകി കണ്ണിന് കാഴ്ച കുറയും. പിന്നെ ഒന്നുള്ളത് എന്താണ്? ഉറക്കൊഴിക്കല് അല്ല, ആ ഉറക്കൊഴിക്കൽ എന്താവും? ഉറക്കൊഴിക്കലാണ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുത്തുക. പിന്നെ പറയുന്നത് കരഞ്ഞ് ചുണ്ടിലെ വെള്ളമൊക്കെ വറ്റിപ്പോയി ആ നിരക്ക്. ഈ മൂന്ന് സംഭവമാണ് ഇവർക്കൊക്കെ ഉള്ളത്. അള്ളാഹുവിനോട് ഇതാണ് സാരികളുടെ അടയാളം. മഹാൻ പറയുന്നു, ലൈസൽ ബുക്കാഉ ബുക്കാഅൽ ഐനി, കരയാന്ന് പറഞ്ഞ കണ്ണിന്റെ കരച്ചിലല്ല, കരഞ്ഞിട്ട് കണ്ണിന്ന് കണ്ണുനീര് വരലല്ല. ഇന്നമൽ ബുക്കാഉ ബുക്കാഉൽ ഖൽബ്, കരയുക എന്ന് പറയുന്നത് കൽബിന്റെ കരച്ചിലാണ്. ഹൃദയം നൊന്ത് വേദനിച്ച് കരയണം, അതാണ് കരച്ചിൽ. മറ്റത് അഭിനയിച്ചിട്ട് കരയാം, കണ്ണുനീര് വരുത്താം അഭിനയിച്ചുകൊണ്ട്. ഹൃദയം അറിഞ്ഞുകൊണ്ട് കരയണം, അതാണ് കരച്ചിൽ. അതാണ് സങ്കടക്കരച്ചിൽ എന്ന് പറയുന്നത്. റജുല എന്താ കാരണം? ഒരാള് കബിക്ക് ഐനാഹു, അയാളെ കണ്ടിങ്ങനെ കരയുന്നുണ്ടാവും. കൽബുഹു, എത്തരത്തില്ല അവന്റെ ഹൃദയം കാശിൻ, പാറയേക്കാൾ കടുകട്ടിയാണ്. പാറ പോലെ ഉറച്ചത് ഒന്നും ചെയ്യാതെ ലോലമാവത് കടുകട്ടിയ ഹൃദയം. അങ്ങനെ കടുകട്ടിയായിരിക്കുന്ന ഹൃദയമുള്ള ഒരാൾക്കും കരയാൻ പറ്റും. അപ്പൊ കരച്ചിൽ കണ്ടുകൊണ്ടല്ല നല്ലത്, കൽബുകൊണ്ട് കരയാവുന്നത്. കാരണം അന്റെ മുക്കാൽ മുനാഫിഖി, അതിന് തെളിവുണ്ട്. കപട വിശ്വാസി, ഉള്ളിൽ കുഫ്ർ, പുറത്ത് മുസ്ലിം, ഇങ്ങനെയുള്ള കപടൻ അവനും കരയുന്നുണ്ട്. യക്കൂൽമുണ്ട്, അവന്റെ കണ്ണ് തലീന്ന് അല്ല, അവന്റെ കരച്ചിൽ തലീന്ന് വരുന്നതാണ്, ലാവി കൽബി, ഹൃദയത്തിനല്ല. അപ്പൊ തല കൊണ്ട് കരയുന്ന മുനാഫിക്കിന് കൽബിന് കരച്ചിലില്ല. അങ്ങനെ കാപ്പട്ട കരച്ചിൽ. അതിൽപ്പെട്ടത് അഭിനയം. ഈ അഭിനയിച്ചുകൊണ്ട് കാര്യം അതൊക്കെ നിഫാക്കിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഈ അഭിനയം എന്ന് പറഞ്ഞത് അങ്ങനെയാണ്, നിഫാക്കാണതൊക്കെ. ഉള്ളിൽ മറ്റൊന്ന്, ഹൃദയത്തിൽ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് കാണികൾക്കും കേൾക്കുന്ന ശ്രോതാക്കൾക്കും സങ്കടപ്പെടുത്തും വിധത്തിൽ അഭിനയിക്കുക. കേൾവിക്കാരും കാണുന്ന ആൾക്കാർ സങ്കടപ്പെടും. പക്ഷേ ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിൽ ഒരു സങ്കടം ഉണ്ടാവില്ല. കൽബ് കൊണ്ട് ഒന്നുമില്ലാതെ ഉറച്ചു നിന്നിട്ട് ഹൃദയം കൽബ് മാറ്റി വെച്ചിട്ട് കണ്ടുകൊണ്ട് കരയുക. ഇത് കാപ്പട്യമാണ്. ഈ കരച്ചിൽ ശരിയല്ല, കൽബ് അറിഞ്ഞ് കരയണം. ഇതാണ് മഹാന്മാർ ചെയ്തത്.